അച്ഛനെ കാണാൻ വേണ്ടിട്ട് എബി പോകുന്നതിന്റെ തലേദിവസം ഗ്രേസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? അയ്യോ അമ്മ എങ്ങനെയാണ്, അച്ഛൻ എങ്ങനെയാണ്, ഇന്നത് പറയണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ എന്നോട് പറയും, നിന്റെ അപ്പനും അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ, നീ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ എന്നാണ് എന്റെ അടുത്ത് ദേവി ആദ്യം പറഞ്ഞത്. തിരിച്ച് എബിയുടെ വീട്ടിൽ എങ്ങനെയാ അവതരിപ്പിച്ചത്? എന്റെ വീട്ടിൽ ആക്ച്വലി അച്ഛാ അമ്മേ ഞാൻ പോയി അത് എന്റെ ഫാമിലിയിലെ അമ്മയാണ് കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യണത്. എബിയുടെ ഫാമിലി അച്ഛൻ ഇച്ചിരി ഒരു ഈ പറഞ്ഞ പോലെ നോട്ടീസ് ചെയ്ത് കണ്ടുപിടിക്കാൻ ഇച്ചിരി അപ്പൊ രണ്ട് വീട്ടിലും അപ്പയും അമ്മയും ആണ്. ബാക്കി രണ്ടുപേരും നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. പക്ഷെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇച്ചിരി കത്തി നിൽക്കുന്ന ആൾക്കാരാണ്. എന്റെ അമ്മയ്ക്കും എന്റെ സിസ്റ്ററിനും ഒക്കെ അവരോടൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പനോട് ഇത്തിരി ലേറ്റ് ആയിട്ട് പറഞ്ഞത്. കാരണം പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഞാനായിട്ട് പറയുന്നെങ്കിൽ പുള്ളിക്ക് മനസ്സിലായ പോലും ഞാനായിട്ട് പറയുന്നെങ്കിൽ പറയട്ടെ എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്ന് പുള്ളി തന്നെ അവസാനം കറക്റ്റ് ആയിട്ട് എന്റെ സിസ്റ്ററിന്റെ കല്യാണത്തിന് ഗ്രേസും ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഞങ്ങളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് കല്യാണത്തിന്റെ തൊട്ടടുത്ത ദിവസം പുള്ളി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എന്താ സംഭവം. അപ്പൊ കല്യാണത്തിന് ചിന്നാന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ചിന്നയുടെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോണേ. പയ്യന്റെ വീട് കുമ്പളിയാണ്. അപ്പോൾ കസിൻസ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തത്തേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 2 വണ്ടിയിൽ ഞാനും ഫാമിലി എബി എല്ലാവരും അച്ഛനും അമ്മയും ചിന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ 2 വണ്ടിക്കാണ് പോണേ. അപ്പോഴും അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവര് വരുന്നുണ്ടല്ലോ, അവര് സുഹൃത്തുക്കളാണ്. എന്നാലും കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലും, അങ്ങനെ നല്ല പരിചയം ഉണ്ടല്ലോ. അവസാനം അച്ഛൻ തന്നെ ചോദിച്ചു, എന്താണ് പരിപാടി, ഈ അടുത്ത നിങ്ങളുടെ തന്നെയാണോ എന്ന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് യെസ് അച്ഛാ. അവന്റെ ഭയങ്കര എളുപ്പമായിരുന്നു, കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. എന്നാ ഞാനൊരു സത്യം പറയാം, ഇതാണോ നീയൊക്കെ നീ വാല് വെക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാലോ ഈ പ്രായം കഴിഞ്ഞിട്ട് അവരും വന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും വർഷമായിട്ടും ഇത് ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഇമേജിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ പ്രണയം ആഘോഷിക്കപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ആൾക്കാരറിയും. ഇത് നോർമൽ പ്രേക്ഷകന് അങ്ങനെ അറിയില്ലായിരുന്നു തോന്നുന്നു ഗ്രേസിന്. ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവർക്ക് ഒരുപക്ഷെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് അറിയായിരിക്കും, ബാക്കിയുള്ളവർക്ക് സർപ്രൈസ് ആയിരുന്നു ഈ 9 വർഷത്തെ പ്രണയം എന്നൊക്കെ. ഇതെങ്ങനെ ഒളിച്ചു? എന്നാൽ ഗ്രേസിന് ഇൻസ്റ്റ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ ഇടുന്നുണ്ട് തന്നെ, പക്ഷെ അവിടെ ഒരു ഡൗട്ട് കിട്ടുന്നില്ല പ്രേക്ഷകർക്ക്. അതെങ്ങനെ ഇത് രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നു? നമ്മൾ രണ്ടുപേരും ഇപ്പം ഞാനും ഇൻഡസ്ട്രിയിലുള്ള ആളായതുകൊണ്ട് എങ്ങനെയൊക്കെ സൂക്ഷിക്കണം എന്ന് എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഗ്രേസിനും ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞങ്ങൾ മാക്സിമം എന്താ പറയുന്നത്, നമ്മളധികം അങ്ങനെ പബ്ലിഷ് ആക്കണ്ട എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ ഒരു ന്യൂസ് വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ വളരെ ഉണ്ട്, പബ്ലിക് അപ്പിയറൻസസ് ഉണ്ടെങ്കിലും വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, ഗ്രേസ് ഒരിക്കലും ഇന്റർവ്യൂസിലൊന്നും എന്നെക്കുറിച്ച് അങ്ങനെ എവിടെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്നൊക്കെ ഉള്ള, അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും ഗ്രേസ് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. അപ്പം എനിക്ക് പിന്നെ ഞാനൊരു ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എന്നെ ആരും കാണാനും പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പബ്ലിക് എക്സ്പോഷർ ഇല്ല. അപ്പൊ അത് കാരണം അത് ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഫേസ് എപ്പോഴും എല്ലാവരും കാണുകയും എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനൊരു ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എബിയെ സംബന്ധിച്ചിടത്തോളം എബിക്ക് ചിലപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിനപ്പുറം എബിയുടെ ഒരു പ്രൈവസിയെ ഞാൻ ബഹുമാനിക്കണമല്ലോ. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരാൻ തയ്യാറാവുന്ന സമയം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആയിട്ടൊരു പ്രൈവസി കൊടുക്കണം. അപ്പം അതുകൊണ്ട് ആദ്യമേ അങ്ങനെ ഒരു പബ്ലിക്കലി വന്ന് ഇതെൻ്റെ ഫിയാൻസിയാണ്, ബോയ് ഫ്രണ്ട് ആണെന്ന് പറയാൻ എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എബിയോട് ചോദിച്ചു. എബി പറഞ്ഞു, എപ്പോഴാണോ നിനക്ക് കറക്റ്റ് ടൈമെന്ന് തോന്നുന്നു ആ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ ഫിലിമിലുള്ള ഒത്തിരി അടുത്ത സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അറിയാം, അടുത്ത് നിൽക്കുന്ന എല്ലാ കൊളീഗ്സിനും ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം. ആദ്യം നോ സൗണ്ട്സ് നോ ആക്ഷൻ നോ ക്രൗഡ് ഫൈനലി വി മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞ ഫോട്ടോയുടെ താഴെ വന്ന ഏറ്റവും രസകരമായിട്ടൊരു കമന്റ് ആണ് ഫേസ് റിവീലിംഗ് എന്താണ്. അത് ഞാൻ എബിയോട് ആദ്യമേ ചോദിച്ചു, നമുക്ക് ഫേസ് റിവീൽ ചെയ്യാതിരുന്നാലോ, നിനക്ക് ഇത്ര നല്ലതായിട്ട് മതിയായില്ലേ, വേറെ ആരുടെയൊക്കെ പേര് വെച്ച് വരുന്നതിന് മുമ്പേ വന്നു കൊണ്ട് വേറെ ഒത്തിരി പേരുടെ പേരുകൾ വന്നു. എബി എന്ന് വിളിക്കുന്ന പാടുന്ന അനീഷ് എബ്രഹാം ആരാണ്? അപ്പൊ തന്നെ എന്റെ അമ്മ പറഞ്ഞു, എന്റെ പൊന്നു വെച്ച് ആരുടെയെങ്കിലും പേര് ഫോട്ടോ വരുന്നതിന് മുന്നേ നീ അവന്റെ ഫോട്ടോ ഒന്നും ഇടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ ഇട്ടത്. ഈ നമ്മൾ ഇന്റർവ്യൂലൊക്കെ നമ്മൾ സിനിമയിൽ ഇപ്പൊ കണ്ട ഒരു ഗ്രേസ് ഉണ്ട്, ഇന്റർവ്യൂസിൽ കണ്ട ഒരു ഗ്രേസ് ഉണ്ട്, ഇപ്പൊ ഒരു ലവറിനപ്പുറം ഇപ്പൊ വൈഫാണ്. അല്ലാത്ത ഒരു ഗ്രേസ് എങ്ങനെയാണ് ശരിക്കും എബിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ? ഇല്ല, നമ്മൾ കാണുന്ന ഒരു ഗ്രേസ് ആണ്. അതായത് ഇപ്പൊ ഈവൻ ഗ്രേസിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എനിക്ക് ഗ്രേസിനെ അറിയാലോ, അന്നുള്ള ഒരു ഗ്രേസ് തന്നെയാണ് ഇന്നും. എനിക്ക് അങ്ങനെ ഒരു മാറ്റമില്ല. ഇത്രയും ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് ഈ ഇന്റർവ്യൂവിൽ കാണുന്ന ആ ഒരു ഗ്രേസ് തന്നെയാണ് ശരിക്കും.
ഭയങ്കര ഫൺ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ചിരിപ്പിക്കും. എന്നുവെച്ചാൽ സിനിമയിലെ കൂടെ ആൾക്കാർ ചിരിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളിപ്പം വീട്ടിലൊക്കെ വന്നാണേലും ഗ്രേസിന്റെ ഷൂട്ടിന്റെ സമയത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കല്യാണം ഞങ്ങൾ മാത്രമുള്ള ഒരു സമയത്താണേലും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഇതുപോലെ ഷൂട്ടിന്റെ കഥകൾ അല്ലെങ്കിൽ നമ്മുടെ കഥകളൊക്കെ ആണെങ്കിലും ഗ്രേസ് ഇങ്ങനെ ഭയങ്കര ഒരു നല്ല സ്റ്റോറി ടെല്ലറാണ്. അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് മൊമെന്റിൽ വേറൊരു ഗ്രേസ് എന്നുള്ളതില്ല. ആ ഒരു ഞങ്ങൾ ആക്ച്വലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബോണ്ടുമാണ് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ലവേഴ്സ് ആയിരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയാണോ അതങ്ങനെ. ഇപ്പം ഗ്രേസ് ഇന്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു ഭയങ്കര ചിരിച്ച് വർത്താനം പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഓൾ ദ ടൈം. അതെ, ഇച്ചിരി കുറച്ചാലും കുഴപ്പമില്ല. എനിക്ക് എന്റേതായിട്ടൊരു കംഫർട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഭയങ്കര ഓപ്പണാ. അപ്പോ ഇപ്പം റിലേഷൻഷിപ്പിന്റെ സമയത്തും എബിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എബിയുടെ അനിയത്തിക്ക് ഒരു കുഞ്ഞുവാവുണ്ട്. അപ്പം അവളെ കാണാനാ മെയിനി ചെല്ലുന്നത്. അപ്പോൾ അമ്മയൊക്കെ എപ്പോഴും പറയും എന്തായി പോയ ഷൂട്ടിന്റെ കഥ പറയും. അപ്പൊ ഞാൻ ഇരുന്ന് കഥ അങ്ങ് തുടങ്ങും. അപ്പൊ അവർക്ക് അത് കേട്ട് 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 അവർക്ക് എൻ്റെ കൂടെ ഞാൻ ഷൂട്ടിന് വരുന്ന ഒരു ഫീലാണ്. അപ്പോൾ ഞാനൊരു മകന്റെ ഒരു ഗേൾ ഫ്രണ്ട് എന്നുള്ള ഫീൽ അല്ലായിരുന്നു അവർക്ക് ഞാനൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി എന്നുള്ള ഫീലാണ് അമ്മയ്ക്കും എനിക്കും അങ്ങനെ തന്നെയാണ് അവരുടെ അടുത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജോയിൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നൊരു ഫീലില്ല. എനിക്കറിയാവുന്ന അത് എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടുത്തൊരു വീട്ടിലേക്ക് പോകുന്ന ഒരു ഫീൽ എനിക്കില്ല. എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് തന്നെ ടച്ച്വുഡ് എനിക്കത് ഭയങ്കര ഒരു സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ ഈ ചിരി മേ ബി അല്ലെങ്കിൽ കഥ പറയാനുള്ള ഇഷ്ടം ഒക്കെ കൊണ്ടായിരിക്കാം അവരുടെ ആ ഒരു സ്നേഹവും സന്തോഷവും എനിക്ക് കിട്ടിയത് തന്നെ. അച്ഛനും അമ്മയും എബിയെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രേസ് ഇങ്ങനെ ഇവരുടെ മീറ്റിംഗ് സമയത്ത് ഗ്രേസ് ഇങ്ങനെ എന്താണ് ഒരു നമ്മളിങ്ങനെ പിരിവിരുത്തി കണ്ടു കാണോ വിളിച്ചോ അതൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു, സൈലന്റ് ആക്കുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം പണ്ടോട്ടേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ഇപ്പൊ എബി വർക്കിന് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശല്യപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പോവാണെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിളിക്കും എന്നുള്ളത് അറിയാം. അതായത് പറയുമ്പോൾ ഭയങ്കര പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ 19-18 ആ സമയത്താണ് എബിയെ പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ വളർന്നത് എബിയുടെ കൂടെയാണ്. അപ്പൊ നമ്മുടെ സ്വഭാവ രൂപീകരണ സമയത്തും എബി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു എന്നെ പകുതി എബിനെ പോലെ ആക്കി എടുത്തേക്കുവാ. ബുദ്ധിപരമായിട്ട് നീങ്ങി. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു അപ്പയും അമ്മയും കാണുന്ന സമയത്ത് എന്നെ കോൾ ചെയ്ത് സൈഡിൽ വെക്കാമോ, അപ്പൊ അവര് പറഞ്ഞ എനിക്ക് കേൾക്കാലോ എന്ന്. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പറ്റൂലെന്ന് പറയുകയും ചെയ്തു.